ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇരിക്കുന്ന ഒരു സദസ്സ്. ഒരുപാട് സ്വഹാബത്തുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, സ്വഹാബ, ഈ ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ സഹാബ. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്, ഫഇന്നഹാ ഉമ്മുക്കും, ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് എന്ന്. അതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഭൂമിയെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ഈ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതാ. ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്റെ ഉമ്മാനെ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവേ, നമ്മളെ നൊന്ത് പ്രസവിച്ച് നമ്മുടെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയെ നമ്മൾ വേദനിപ്പിച്ചാൽ എത്രത്തോളം പ്രയാസമാണ്, എത്രത്തോളം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരെ, ഭൂമിയെ നമ്മൾ വേദനിപ്പിക്കുന്നതും അതുപോലെ തന്നെയാണ്. പടച്ചറപ്പേ, ഈ പരിശുദ്ധமான ഭൂമിയെ നമ്മൾ വേദനിപ്പിക്കുന്നതും. അതുകൊണ്ട് നമ്മളെല്ലാവരും പടച്ചുറപ്പേ വലിയ ബിൽഡിങ്ങുകൾ കൊത്തിപ്പതുക്കുകയാണ്. നമ്മളിങ്ങനെ വല്ലാതെ അല്ലാഹുവേ ഒരുപാട് കോട്ടകൊത്തളങ്ങൾ ഭൂമിയിൽ നമ്മൾ നിർമ്മിക്കുകയാണ്. മലകൾ അല്ലാഹുവേ പടച്ചുറപ്പേ നിരത്തുകയാണ്. ഒരുപാട് പടച്ചുറപ്പേ ഒരിക്കലും തന്നെ മനുഷ്യന് തന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പോലും ഒരു കാലഘട്ടത്തിൽ കഴിയാത്ത രീതിയിലോ ഇന്ന് ആധുനിക സംവിധാനങ്ങൾ ഇങ്ങനെ വളർന്നു വരുമ്പോ മനുഷ്യനിതാ ഇന്ന് ഭൂമിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാടങ്ങൾ നിരത്തുകയാ. കുന്നുകളും മലകളും കാടുകളും എല്ലാം ഇടച്ചു നിർത്തുകയാണ്. അതിലൂടെ വികസനങ്ങൾ കടന്നു വരികയാണ്. അതിലൂടെയൊക്കെ പടച്ചുറപ്പേ അല്ലാഹുവേ, ഭൂമിക്ക് ഒരുപാട് വേദനകൾ പറയുന്നുണ്ട്. ഭൂമിക്ക് ഒരുപാട് പടച്ചു തമ്പുരാന് അവിടുന്ന് വല്ലാത്ത വേദനകൾ പറയാനുണ്ട്. ഭൂമിയുടെ നിലനിൽപ്പിനത് ബാധിക്കുകയാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇഹ്ഫളിൽ അർള, ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ സഹാബ, ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ സഹാബ. ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, അലം നജ്അലിൽ അർള മിഹാദാ, ഈ ഭൂമിയെ ഞാൻ ഒരു വിരിപ്പായി കൊണ്ടിങ്ങനെ വിരിച്ചിരിക്കുകയാണല്ലോ. വൽ ജിബാല ഔതാദാ, ഈ ഭൂമിക്ക് ആണിയായിട്ട് പർവ്വതങ്ങളെ ഞാൻ ഇവിടെ സ്തംഭമായിട്ട് ഒരാണിയായിട്ട് നിർത്തിയിരിക്കുകയാ. ഈ വിരിക്കപ്പെട്ട ഭൂമിക്ക് പർവ്വതങ്ങൾ ആണിയാണല്ലോ. വിരിക്കപ്പെട്ട ഭൂമിക്ക് പർവ്വതങ്ങൾ ആണിയാണെന്നോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിക്കുകയാണോ, നമ്മുടെ വീട്ടിനകത്ത് പടച്ചുറപ്പേ നമ്മളൊരു പലക ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടോ, ഒരാണി കൊണ്ട് അതിനെങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടോ, ആ ആണി അങ്ങ് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ആ പലക ഇങ്ങനെ ആടാൻ തുടങ്ങുമല്ലോ. ആണി നമ്മൾ പറിച്ചെടുത്താൽ ആ പട്ടികക്ക് പിന്നെ അവിടെ മരക്കഷ്ണത്തിന്റെ പിന്നെ നിലനിൽപ്പുണ്ടോ എന്നതുപോലെ തന്നെയാണ് പർവ്വതങ്ങളും കുന്നുകളും മലകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്ക് ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ വേണ്ടതുപോലെ അല്ലാഹു നമുക്ക് സംവിധാനിച്ച് തന്നതുപോലെ നമ്മൾ കൊണ്ട് നടന്നിട്ടില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ,
ഭൂമി എന്ന് പറയുന്ന ഈ ഉമ്മയുണ്ടല്ലോ, അതിന്റെ ആണി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതിന്റെ ആണി അങ്ങ് പറിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഇവിടെ ജീവിക്കാൻ സുഖം ലഭിക്കില്ലല്ലോ. ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുമല്ലോ, ഭൂമി ഇങ്ങനെ ആടിക്കളിക്കുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പഠിച്ച റബ്ബേ എന്നെയും എന്നെ നിങ്ങളെയും പഠിപ്പിക്കുകയാ. ഫകുല്ലൻ അഖദ്നാ ബിദംബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ റസൂലല്ലാഹ്, ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ, ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണേ നബിയേ. മനുഷ്യർ ചെയ്യുന്ന ഒരുപാട് പാപങ്ങളുണ്ടല്ലോ നബിയേ, ആ പാപങ്ങൾക്കനുസരിച്ചാ അവരുടെ സമൂഹത്തിലേക്ക് ദോഷങ്ങൾ ഇറങ്ങുന്നത്, അവരുടെ സമൂഹത്തിലേക്ക് വല്ലാതെ വിപത്തുകൾ ഇറങ്ങുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു സമൂഹങ്ങൾ ജീവിച്ചിരുന്നല്ലോ, ഒരു കാലഘട്ടത്തിലോ ഇവിടെ ഒരു സമൂഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നമുക്കറിയുമല്ലോ. ഫിർഔൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭരണാധികാരി, ഞാൻ റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് എന്റെ റബ്ബ്, ഞാനാണ് റബ്ബ്. ഈ അഖിലലോക ബ്രഹ്മാണ്ഡ കടാകങ്ങൾ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ഞാനാ എന്നീ സമൂഹത്തിന്റെ മുമ്പിൽ അഹങ്കാരത്തോടു കൂടെ പറഞ്ഞു നടന്ന ആളാണ് ഫിർഔൻ. ആ ഫിർഔനിന്റെ അന്ത്യം നമുക്ക് അറിയുമല്ലോ. ചരിത്രങ്ങൾ പഠിച്ചവരാണല്ലോ, ചരിത്രം നമ്മൾ കേട്ടവരാണല്ലോ. പഠിച്ച റബ്ബേ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ സമൂഹത്തിലേക്ക് ഇറക്കുകയാ. അവിടെ നിന്ന് ഫിർഔനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞല്ലോ, മൂസാ നബിയേ, ഫിർഔൻ എന്ന് പറയുന്ന ശത്രുവിനോട് പോയിട്ടോ, അഹങ്കാരിയോട് പോയിട്ടോ അല്ലാഹുവിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോ അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിർഔൻ പറഞ്ഞത്, മൂസാ, ഞാനാണ് അല്ലാഹ്, ഞാനാണ് അല്ലാഹ്. അത് തെളിയിക്കാൻ വേണ്ടി അവന് സാഗരീങ്ങളെ നിരത്തി വെച്ചല്ലോ, സാഗരീങ്ങളെ കൊണ്ടുവന്നല്ലോ. അങ്ങനെ ദുനിയാവിന്റെ ത്വരിക്ക് മുകളിലൂടെ അഹങ്കാരം ഭവിച്ചിട്ടോ, പടച്ച റബ്ബിനെ മറന്നിട്ടോ, അല്ലാഹനെ ധിക്കരിച്ചിട്ടോ കടന്നുപോയ ഫിർഔനിന്റെ അന്ത്യത്തെ കുറിച്ച് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാ പാഠമാണല്ലോ. അല്ലാഹുവേ, വെള്ളത്തിൽ മുക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചല്ലോ, അല്ലാഹു അവിടുന്ന് നശിപ്പിച്ചല്ലോ. പടച്ച റബ്ബേ, അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ സമൂഹത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോ ഭൂമിക്ക് മേലാക്കി മറിച്ചിട്ട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ദുനിയാവിൽ നമ്മൾ അല്ലാഹനെ മറന്ന് നടന്നാൽ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്ർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങളെ, നിങ്ങളുടെ പ്രവർത്തനത്തിനനുസരിച്ച് ഈ ഭൂമിയിലും ഈ ജലനിരപ്പിലും ഞാൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയാ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാളെ നമ്മൾ മരിക്കുമെന്ന സത്യം നമുക്ക് ഉറപ്പാ. ആ ഒരു സത്യം വിശ്വസിക്കാത്ത ഒരാളും തന്നെ ദുനിയാവിലില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട് ഉമ്മ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട് ഉമ്മ. ബിസ്മില്ലാഹിർ റഹ്മാനിർ
റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, അൽ ഖാരിഅ മൽ ഖാരിഅ. എന്താണ് ആ സംഭവം എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുകയാ. എന്താണ് ഖാരിഅ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? വമാ അദ്റാക മൽ ഖാരിഅ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അറിയുമോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് അറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓതിത്തരുകയാണ്. യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂസ്. മനുഷ്യരിങ്ങനെ ചിന്നിച്ചു തെറിയ പാറ്റുകളെ പോലെ പടച്ചുറപ്പേ പർവ്വതങ്ങൾ കടപ്പെട്ട ഈ പർവ്വതങ്ങളെല്ലാം ഈ കടയപ്പെട്ട രോമങ്ങൾ ഇങ്ങനെ പൊന്തി പോകുന്നത് പോലെ പോകുന്നൊരു ദിവസമുണ്ട്. പോകുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ടോ? അപ്പോൾ ആരുടെ തുലാസാണ് ഏറ്റവും കൂടുതൽ ഭാരമായിട്ട് നിൽക്കുന്നത്? ആരുടെ തുലാസാണ് ഭാരമായിട്ട് നിൽക്കുന്നത്? അവരാണ് ജീവിതത്തിൽ അവിടെ വിജയിച്ചവരെന്ന്, സംതൃപ്തമായവരെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു ആരുടെ തുലാസാണ് അവിടുന്ന് കുറഞ്ഞു പോയത്? അല്ലാഹുവേ പടച്ചുറപ്പേ നന്മയുടെ തട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതാരതാ? തിന്മയുടെ തട്ട് ആരതാണ് ഭാരം കൊണ്ട് താഴ്ന്നു നിൽക്കുന്നത്? അങ്ങനെ നിൽക്കുന്ന ആളുകൾ ആരാണോ? അല്ലാഹുവേ അവർക്ക് ഹാവിയയാ. വമാ അദ്റാക മാ ഹിയ. എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ? ഈ മാഹിയ ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ, നാറുൻ ഹാമിയ. അത് ചൂടേറിയ ഏറ്റവും വലിയ അഗ്നിയാ. അത് ചൂടേറിയ ഏറ്റവും വലിയ അഗ്നിയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇത് കിടക്കുന്നതാരാ? എന്റെ ഉമ്മമാര്, വാപ്പമാര്, സഹോദരങ്ങള്, നമ്മളെല്ലാവരും ദുനിയാവിലെ തീനെ കുറിച്ച് നമ്മൾക്കറിയുന്നവരാണല്ലോ. ഈ ദുനിയാവിലെ തീ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ദുനിയാവിലെ തീനെ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? മൈലിക്കണക്കിന് കിലോമീറ്ററുകളെ കത്തിച്ചൊലിക്കുന്ന സൂര്യനോ, ആ സൂര്യന്റെ ചൂട് വരെ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഇല്ല. എന്നാലൊന്ന് ആലോചിച്ചു നോക്കണേ സഹോദരങ്ങള്. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ, ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കടന്നു വരുമ്പോ അവിടുത്തെ നരകത്തിന്റെ തീയൊന്ന് ആലോചിച്ചു നോക്കണേ. അവിടുത്തെ മാശറയിലെ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ ചൂട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണേ. ഈ ദുനിയാവിലെ തീയിനെക്കാളും ഇരട്ടിക്കണക്കിന് ചൂടുള്ളതല്ലേ മാശറയിലെത്തിയോ, നരകത്തിലെത്തിയോ? ഇതെല്ലാം പടച്ചുറപ്പേ നമുക്ക് വേണ്ടിയിട്ട് പടച്ചു തമ്പുരാൻ അല്ലാഹുവിനെ മറന്ന് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പടച്ചുറപ്പ് സംവിധാനിച്ചു വെച്ചതാണ്. നമ്മളൊക്കെ അല്ലാഹുവിനെ അറിയുന്നുണ്ടോ? പടച്ചുറപ്പേ ഒരുപാട് അറിവുകൾ നമുക്കുണ്ട്. അല്ലാഹുവിനെ കുറിച്ചറിയാം, ദീനിനെ കുറിച്ചറിയാം, റസൂലുള്ളാഹിനെ കുറിച്ചറിയാം, മലക്കുകളെ കുറിച്ചറിയാം. എല്ലാത്തിനെ കുറിച്ചും ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമുക്കറിയുമല്ലോ. എന്നാ പടച്ചുറപ്പിനെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. നമ്മുടെ ശരീരം എന്താണ് ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ മനസ്സ് എന്താണ് ആ സമയത്ത് ഇഷ്ടപ്പെടുന്നത്, ആ രൂപത്തിൽ നമ്മുടെ ചിന്തയും നമ്മുടെ ചലനവും നമ്മുടെ നോട്ടവും നമ്മുടെ നടത്തവും എല്ലാം ആക്കാൻ നമ്മളിതാ പരിശ്രമിക്കുകയാണ്. നമ്മൾ മനസ്സ് കൊടുക്കുകയാ. സ്വർഗം നരകം സുഖമുള്ള നഗരമല്ല,
നേട്ടം നമുക്കേക്കും നാടുമല്ല, സ്വർഗം നരകം സുഖമുള്ള നഗരമല്ല, നേട്ടം നമുക്കേകും നാടുമല്ല, നാശങ്ങളില്ല ദുരിതവും അവിടെയില്ല, നദികളിൽ നിണമല്ല തൊഴുകുന്നതുമില്ല. ആ നരകമെന്ന് പറയുന്ന ഗേഹമുണ്ടല്ലോ, ഒരിക്കലും അവിടെ സുഖമുള്ളൊരു നഗരമല്ലല്ലോ, ഒരിക്കലും തന്നെ തണുപ്പുള്ള നഗരമല്ലല്ലോ, ഒരിക്കലും നമുക്ക് സൗഖ്യം ലഭിക്കുന്ന ഒരു നഗരമല്ല, നമുക്കൊരിക്കലും ഒരു നേട്ടം ലഭിക്കുന്ന നാടല്ല. എല്ലായിടത്തും നാശങ്ങളെ കൊണ്ട് വിതച്ചതാണ്, എല്ലായിടത്തും നാശങ്ങളെ കൊണ്ട് വിതച്ചതാണ് നരകമെന്ന് പറയുന്നത്. പടച്ചുറപ്പെ അതിലൂടെ ഒഴുകുന്നത് അല്ലാഹുവേ ചുട്ടുപഴുത്ത ചീഞ്ചരങ്ങളാ, ഒരു മനുഷ്യന് പോലും കാണാനും കേൾക്കാനും കഴിയാത്ത രീതിയിൽ അല്ലാഹുവേ പടച്ചുറപ്പെ നരകത്തെ പടച്ച തമ്പുരാൻ ഇന്ന് സംവിധാനിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അല്ലാഹുവേ നരകത്തിന്റെ അവസ്ഥ എങ്ങനെയാ? ആ നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ ശിക്ഷ ഇങ്ങനെ അനുഭവിക്കുമ്പോ പടച്ചുറപ്പേ ജനങ്ങൾ പറയുകയാ, അല്ലാഹുവേ ഇവിടുന്ന് ഞങ്ങൾക്കൊരു കര തരുമോ, ഞങ്ങൾക്ക് വെള്ളം തരുമോ അല്ലാ, ഞങ്ങൾക്ക് ഈ നരകത്തിന്റെ തീയനെ സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ, ഈ ചൂടിനെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ എന്നവിടുന്ന് നരകവാസികൾ പറയുമ്പോ ഒരു മഴ ഞങ്ങളിലേക്ക് ഇറക്കി തരുമോ എന്ന് പറയുമ്പോ പടച്ചുറപ്പേ നരകവാസികൾ ഇങ്ങനെ കാതോർത്തുകൊണ്ട് കണ്ണും നട്ടുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഉടനെ അതാ പടച്ചുറപ്പേ മുകളിൽ ഇങ്ങനെ മയക്കാറ് പോലെ നിൽക്കുകയാണ്, മയക്കാറ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. നരകവാസികൾ പടച്ചവനെ അല്ലാഹുവേ അവിടുന്ന് കെഞ്ചുകയാ, അവിടുന്ന് സമാധാനിക്കുകയാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ എന്നവിടുന്ന് അവരിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുമ്പോഴോ പടച്ചുറപ്പേ പെയ്യുന്നത് എന്തെന്നറിയോ? വിഷപ്പാമ്പുകളാ, വിഷമേറിയ തേളുകളാ, ചുട്ടുപൊള്ളുന്ന ചീഞ്ചലമാ, നരകവാസികളെ കൊത്തുകയാണ്, നരകവാസികളെ കടിക്കുകയാണ്. പടച്ചുറപ്പേ ഈ ശരീരത്തിലെങ്ങാനും നരകത്തിന്റെ പാമ്പുകളങ്ങ് കൊത്തിയാ നമസ്കാരമില്ലാതെ നോമ്പില്ലാതെ പടച്ചു തമ്പുരാൻ ഒരു നിമിഷം പോലും ദുനിയാവിന്റെ മേഖലകളിലൂടെ കടന്നു പോയിട്ടോ അല്ലാഹനെ മനസ്സിലാക്കാതെ നടക്കുന്നവരുണ്ടോ? നരകത്തിലെ പാമ്പൊരു മനുഷ്യന്റെ ശരീരത്തിൽ അങ്ങ് കൊത്തിക്കഴിഞ്ഞാൽ, നരകത്തിലെ പാമ്പെങ്ങാനും ഒരു മനുഷ്യനെ കൊത്തിയാൽ അവന്റെ ശരീരത്തിലൂടെ വിഷമിങ്ങനെ ചീറ്റുകയാ, ഓരോ ശരീരത്തിന്റെ ഭാഗത്തിലൂടെയും ഇങ്ങനെ കയറിയിട്ടോ പടച്ചറബ്ബേ ശരീരം ഇങ്ങുണ്ടല്ലോ മാംസം ഇങ്ങനെ വിണ്ട് കീറുകയാണ്. എന്നിട്ടാ മാംസം ഇങ്ങനെ അടർന്നു വീഴുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പടച്ചറബ്ബേ മാത്രമല്ല നരകത്തിൽ കാണുന്ന ചീഞ്ചലമുണ്ടല്ലോ, ആ ചീഞ്ചലം ഒരു മനുഷ്യൻ അല്ലാഹു തആല കുടിപ്പിച്ച ആ ചീഞ്ചലം ദാഹത്തിന്റെ കാരണത്താൽ മനുഷ്യൻ ആർത്തിയോട് കൂടിയിട്ട് വേടിച്ചിട്ട് കുടിക്കുകയാ. ഇതങ്ങ് കുടിക്കുമ്പോ വായിലേക്ക് അങ്ങ് വെക്കുമ്പോ പടച്ചുറപ്പേ
മുഖത്തിന്റെ ഭാഗത്തേക്ക് അങ്ങ് പിടിക്കുമ്പോ അവന്റെ മുഖം ഇങ്ങനെ അടർന്നിട്ടോ അല്ലാ തായോട്ട് വീഴുകയാണ്. ഉള്ളിലേക്ക് അങ്ങ് പാരാൻ വേണ്ടി നോക്കുന്ന സമയത്തോ അവന്റെ ഈ പോകുന്ന വെള്ളം പോകുന്ന ഈ കുഴലുകളുണ്ടല്ലോ, അവന്റെ വയറിന്റെ ഉൾഭാഗമുണ്ടല്ലോ, ഇതിലൂടെയെല്ലാം എന്റെ പ്രിയമുള്ളവരെ കത്തിയെറിഞ്ഞിട്ടോ വെന്തെറിഞ്ഞിട്ടോ അവൻ കടന്നിട്ട് പിടയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. അതുകൊണ്ട് ദുനിയാവില് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഈ പറയുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങളുണ്ടല്ലോ, അത് നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാ. അല്ലാഹു തആല നമുക്ക് വേണ്ടിയിട്ട് സംവിധാനിച്ചതാ. അതുകൊണ്ട് വിഷമിക്കണ്ട. അതൊന്നും തകർത്തെറിയാൻ അല്ലാഹു നമുക്ക് അനുവാദം തന്നിട്ടില്ല. എന്ത് ആവശ്യങ്ങൾ നമുക്കുണ്ടോ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് രാത്രി സമയത്ത് നമ്മൾ ചോദിച്ചു കൊള്ളുക. ഏത് സമയത്തും പടച്ച തമ്പുരാൻ അടിമകളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ, അടിമകളിലേക്ക് നോക്കുന്നുണ്ടോ. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട, തുറക്കും ക്ഷണം അത് സോദരാ വിധിയുള്ളതാ. ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈത്താട്ടാത്ത റബ്ബാ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. നിനക്ക് എന്താവശ്യം പടച്ചു തമ്പുരാനോട് പറയാനുണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞോ, അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ആ കാര്യം പറഞ്ഞോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കവാടം നമുക്ക് തുറന്നു വെച്ചിരിക്കുകയാ. ആ കവാടത്തിലൂടെ കരങ്ങൾ നീട്ടി പടച്ചു തമ്പുരാനോട് ചോദിക്കാനും മടി കാണിക്കണ്ട. അല്ലാഹു അത് നമുക്ക് തുറന്നു തരുമെന്നോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തന്നെ നമ്മോട് പറഞ്ഞതാ. അതുകൊണ്ട് നീ കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈത്താട്ടാത്ത റബ്ബാ പിന്നെയും. എത്ര തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്നാൽ, എത്ര തെറ്റുകൾ നമ്മൾ പറഞ്ഞാലും, എത്ര തെറ്റുകൾ കണ്ടാലും, എത്ര തെറ്റുകൾ പടച്ച റബ്ബേ നമ്മുടെ ജീവിതത്തിന്റെ വഴിയോരങ്ങളിലൂടെ കടന്നു വന്നാലും അല്ലാഹുവിനോട് മനമുരുകിയിട്ട് ചോദിച്ചോ, അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. അല്ലാഹുവിനോട് വിനയത്തിന്റെ ഭാഷയിൽ സംസാരിച്ചല്ലോ, അല്ലാഹുവിനോട് വിനയത്തിന്റെ ഭാഷയിൽ ചോദിച്ചോ. ആരും എനിക്കില്ലല്ലോ റബ്ബേ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ നീട്ടണം വല്ലാതെ. അല്ലാഹുവിനോട് ചോദിക്കണം നമ്മൾ, അല്ലാഹുവിനോട് ചോദിക്കണം, പഠിച്ചോനെ നീ അല്ലാതെ ആരും എനിക്കില്ല റബ്ബേ, നീയാണ് എൻ്റെ എല്ലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആ വിനയത്തിന്റെ ഭാഷയിൽ നമ്മൾ ചോദിക്കണം. അങ്ങനെ നമ്മൾ ചോദിച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അല്ലാഹുവിനെ കൈവിടരുത്. അല്ലാഹുവിനെ നമ്മൾ എപ്പോഴും ഓർത്ത ആ പടച്ച തമ്പുരാൻ നമ്മൾ ഓർക്കും അല്ലേ. ഒരാൾക്ക് നമുക്ക് ഒരാളോട് വല്ലാത്ത ഇഷ്ടമാണ്, നമുക്ക് ഒരാളോട് വല്ലാത്ത ഇഷ്ടമാണ്. അവനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അയാൾ ഇങ്ങോട്ട് വേണ്ട രൂപത്തിൽ നമ്മോട് മെയിൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ
നമുക്ക് താല്പര്യം ഉണ്ടാകുമോ? ഒന്ന് പറ, ഉണ്ടാകുമോ? ഇല്ല. എന്ന പോലെ തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇതും. അയാൾ നമ്മോട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് അവൻ ചെയ്യുന്നുണ്ടല്ലോ എന്നതിന് അവൻ ഇങ്ങോട്ടും തിരിച്ച് ഒരു നന്ദിയുടെ സ്വഭാവം അവൻ കാണിച്ചാൽ അവനിക്ക് വീണ്ടും വീണ്ടും ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാകും. അല്ലേ? എന്ന പോലെ തന്നെയാണ്. എന്ന പോലെയാ നമ്മൾ അള്ളാഹനെ അറിഞ്ഞ അള്ളാഹു നമ്മെ അറിയും. അല്ലേ? ചില ആൾക്കാർ പറയും, ഉസ്താദേ ഞാൻ എത്ര പടച്ചവനോട് ചോദിച്ചിട്ടും എന്നെ പടച്ചവൻ കാണുന്നില്ലെന്നാ തോന്നുന്നത്, അല്ല എന്നെ കൈവിട്ടുന്നാ തോന്നുന്നത്. ഇങ്ങനെ പരാതി പറഞ്ഞ ആൾക്കാരുണ്ടാകും. മോനെ നീ ഒന്ന് ചിന്തിക്കാം, നിനക്ക് കണ്ണ് കാണുന്നില്ലേ? ചെവി കേൾക്കുന്നില്ലേ? അല്ലേ? ശ്വാസം വലിക്കാൻ നിനക്ക് അള്ളാഹു ശുദ്ധമായ വായു തന്നിട്ടില്ലേ? നടക്കാൻ കഴിയുന്നില്ലേ? ഇരിക്കാൻ കഴിയുന്നില്ലേ? എടാ, നിന്നെ കൈവിട്ടിട്ട് ഇടുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നിനക്ക് തരുമോ? ഇതൊക്കെ നിനക്ക് തരുമോ? എവിടെ തരും? തരൂല. അപ്പൊ അള്ളാഹു നമ്മെ കൈവിട്ടു എന്ന വർത്താനം നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹു കൈവിട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല, നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല, നമ്മുടെ ജീവൻ ഇവിടെ ഉണ്ടാകൂല. അള്ളാഹു നമ്മെ കൈവിട്ടാൽ ദുനിയാവിൽ അള്ളാഹു പരീക്ഷണങ്ങൾ തരും, വിഷമങ്ങൾ തരും. ആ വിഷമങ്ങളിൽ ക്ഷമിക്കാനാ അള്ളാഹു തആല സന്തോഷങ്ങൾ തരുന്നതും സമാധാനങ്ങൾ തരുന്നതും എല്ലാം അള്ളാഹു തആല നമുക്ക് തരുന്നത് ആ പടച്ച തമ്പുരാനെ നമ്മളെ മനസ്സിലാക്കാനാണ്. അതിന് അള്ളാഹനെ നമ്മൾ മനസ്സിലാക്കാനാ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കാം. നമ്മുടെ കുടുംബക്കാരുണ്ടാകും, നമ്മുടെ ബന്ധപ്പെട്ടവരുണ്ടാകും, എല്ലാവരോടും നമ്മുടെ അയൽവാസികളുണ്ട്. എല്ലാവരോടും നമ്മൾ കരുണയുള്ളവരായിട്ട് മാറാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സ് കാണിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാണ്, യാ സ്വഹാബ, നിങ്ങളുണ്ടല്ലോ ലം തുഅ്മിനു ഹത്താ തറാഹമൂ, നിങ്ങൾ പരസ്പരം കരുണയുള്ളവരാകാതെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണോ, നിങ്ങൾ പരസ്പരം കരുണയുള്ളവരാകാതെ ഒരിക്കലും തന്നെ നിങ്ങൾ മുഅ്മിനാവുകയില്ലെന്നോ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം അവിടുന്ന് പറയുമ്പോ, ഉമ്മ മുഅ്മിനാകണമെങ്കിലോ പേരിൽ മുഅ്മിനായിട്ട് കാര്യമില്ല, കൂട്ടത്തിൽ മുഅ്മിനിന്റെ സ്വഭാവമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പടച്ചുറപ്പേ, ഒരു സ്വഭാവം മാത്രം പോരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംവിധാനിച്ചു വെച്ചിട്ടില്ല ഒരു മുഅ്മിനുള്ള ഒരുപാട് അടയാളങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്വാളിറ്റികളെല്ലാം നമ്മുടെ ഹൃദയത്തിനകത്ത് വേണേ. ഞാൻ നിസ്കരിക്കാറുള്ളത് മുഅ്മിനിന്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഞാൻ നോമ്പെടുക്കാറുണ്ട് മുഅ്മിനിന്റെ അടയാളമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ പുറമെയും വേറെ ചില കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പറയുമ്പോ അവിടെ നിന്നും സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, കുല്ലുനാ റഹീമുൻ, ഞങ്ങൾ എല്ലാവരോടും കരുണയുള്ളവരാണല്ലോ നബിയേ. ഞങ്ങളുടെ കൂട്ടുകാരായ, ഞങ്ങളുടെ കൂടെപ്പിറപ്പുകളായ സ്വഹാബത്തീങ്ങളോട് ഞങ്ങളെല്ലാവരും കരുണയുള്ളവരാണ് നബിയേ. അതുകൊണ്ട് ഞങ്ങള് മുഅ്മിനല്ലയോ റസൂലേ, ഞങ്ങള് മുഅ്മിനീങ്ങളിൽ പെട്ടവരല്ലയോ നബിയേ? ഇതവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇന്നഹു ലൈസ ബിറഹ്മതി അഹദികും സാഹിബഹു
നിന്റെ സ്വഹാബത്തിനോട് നിന്റെ സുഹൃത്തിനോട് മാത്രമല്ല നീ കരുണയുള്ളവനാകേണ്ടത്, നീ കരുണ കാണിക്കേണ്ടത്, നീ സ്നേഹം കാണിക്കേണ്ടത്. വലാകിന്നഹാ റഹ്മത്തുൽ ആമാ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മഖ്ലൂക്കിനോടും എല്ലാവരോടും നീ കരുണയുള്ളവനാകണേ എന്ന് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാ. ഉമ്മ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസിയോട് മാത്രം നമ്മൾ കരുണ കാണിച്ചാൽ പോരാ, നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് മാത്രം നമ്മൾ നല്ലത് പറഞ്ഞാൽ പോരാ, നമ്മുടെ കൂടപ്പിറപ്പുകളോട് മാത്രം നമ്മൾ നല്ലത് പറഞ്ഞാൽ പോരാ, നമ്മുടെ വീടിന്റെ മുമ്പിൽ ആരൊക്കെ വന്നിട്ട് കൈ നീട്ടുന്നുണ്ടോ അവരൊക്കെ നല്ല മനസ്സുകൊണ്ട് കാണാൻ നമുക്ക് കഴിയണേ. അല്ലാഹുവേ പടച്ചുറപ്പേ, ആരെല്ലാം പ്രയാസപ്പെടുന്നവരുണ്ട്, ആ പ്രയാസപ്പെടുന്നവരുടെ മുമ്പിൽ കരുണയുടെ കവാടം നിനക്ക് തുറക്കാൻ കഴിയണം. നിനക്ക് സമ്പത്ത് കൊണ്ട് നിനക്ക് കഴിയോ, നിനക്ക് ആരോഗ്യം കൊണ്ട് കഴിയോ, പടച്ചുറപ്പേ നിനക്ക് സംസാരം കൊണ്ട് കഴിയുമോ, പടച്ചുറപ്പേ നിനക്കൊരു പുഞ്ചിരി കൊണ്ടെങ്കിലും നിനക്ക് നിന്റെ സുഹൃത്തിനെ സഹായിക്കാൻ കഴിയുമോ, നിന്റെ നാട്ടുകാരനെ സഹായിക്കാൻ കഴിയുമോ, നിന്റെ അയൽവാസിയെ നിനക്ക് സഹായിക്കാൻ കഴിയുമോ? അതെല്ലാം നീ ചെയ്യുന്ന കരുണയാ, നീ ചെയ്യുന്ന കരുണയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം വയനാടിന്റെ മുന്നില് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹുവേ പടച്ചുറപ്പേ ദിവസങ്ങളോളം നമ്മളെല്ലാവരും ചർച്ച നടത്തിയ വിഷയമായിരുന്നല്ലോ. അല്ലാഹ് വല്ലാത്ത പ്രശ്നം നടന്നപ്പോ അല്ലാഹുവേ പള്ളി വരാന്തകളില് വീടുകളിൽ കയറിയിട്ട് കടകളിലേക്ക് കയറിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്ത് നിങ്ങൾ തരണമെന്ന് ചോദിക്കുമ്പോ പടച്ചുറപ്പേ ഓരോരുത്തരും കടയിലുള്ള ചെരുപ്പ് കൊടുത്തവരുണ്ട്, വസ്ത്രം കൊടുത്തവരുണ്ട്. അല്ലാഹുവേ പടച്ചുറപ്പേ പൈസകൾ കൊടുത്ത ആളുകളുണ്ട്, കോടികൾ കൊടുത്ത ആളുകളുണ്ട്, ലക്ഷങ്ങൾ കൊടുത്ത ആളുകളുണ്ട്, ആയിരങ്ങൾ കൊടുത്ത ആളുകളുണ്ട്. പടച്ചുറപ്പേ അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ലം തുഅ്മിനൂ ഹത്താ തറാഹമൂ, നിങ്ങൾ മുഅ്മിനാകണമെങ്കിലോ നിങ്ങൾ കരുണയുള്ളവനാകണേ, കരുണയുള്ളവനാകണേ. ആരോടൊക്കെയാണ് കരുണയുള്ളവനാകേണ്ടത്? വലാകിന്നഹാ റഹ്മത്തുൽ ആമാ, എല്ലാവരോടും കരുണയുള്ളവനാകണേ, എല്ലാവരോടും കരുണയുള്ളവനാകണേ. ആ വയനാടിന്റെ പ്രദേശങ്ങളിൽ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന അല്ലാഹുവേ എത്രയോ പേരിന്ന് ആറടി മണ്ണിലാണ്. അല്ലാഹ് അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നീ കൊടുക്കണേ അല്ലാഹ്, കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കണേ അല്ലാഹ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. പടച്ചുറപ്പേ നമുക്കറിയുമോ ഉമ്മ, അവര് നമ്മയും അറിയുന്നവരല്ല, നമ്മൾ അവരെയും അറിയുന്നവരല്ല. പക്ഷേ പ്രയാസപ്പെട്ട് കണ്ട് നമ്മുടെ മുമ്പിൽ കിടന്നിട്ട് കണ്ണീരൊലിപ്പിക്കുമ്പോ അല്ലാഹുവേ അവർക്ക് മുമ്പിൽ സഹായ ഹസ്തം നീട്ടാൻ നമ്മളെ കൊണ്ട് കഴിയണം, സഹായത്തിന്റെ കരുതൽ നീട്ടാൻ നമ്മളെ കൊണ്ട് കഴിയണം. കരയുന്നവന്റെ കണ്ണീരൊപ്പിയിട്ട് തന്റെ നെഞ്ചകത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് സമാശ്വസിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതാണ് ഒരു മുഅ്മിനിന്റെ അടയാളമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആരൊക്കെ അവർക്ക് വേണ്ടിയിട്ട് സഹായത്തിന്റെ കരങ്ങൾ നീട്ടിയിട്ടുണ്ടോ, സഹായം കൊണ്ടുള്ള കരങ്ങൾ നീട്ടിയിട്ടുണ്ടോ, അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ആമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് സംഘടനകൾ, അതേപോലെ തന്നെ ഒരുപാട് പാർട്ടികൾ, ഒരുപാട് വ്യക്തിപരമായിട്ട് ബിസിനസിന്റെ ആളുകൾ ഇന്ന് അവരൊക്കെ സഹായത്തിന്റെ കരങ്ങൾ അവർക്ക് വേണ്ടി നീട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ കണ്ടു. അല്ലാഹുവേ പടച്ചറബ്ബേ, നീ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവരുടെയും വിഷമങ്ങളെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ വരട്ടെ.
നന്മകൾ പറയാനും നന്മകൾ കേൾക്കാനും നമ്മളെ കൊണ്ട് കഴിയണം. കരുണയുള്ളവരായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മൾ വിചാരിക്കും ഈ ചെറുപ്പക്കാരായ മക്കളൊന്നും നന്മകളിലേക്ക് കടന്നു വരുന്നില്ല, അവരൊന്നും നല്ലത് ചെയ്യുന്നില്ല, ചാരിറ്റി ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ സ്വയം ഇങ്ങനെ വിചാരിക്കും. അല്ല, നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന നല്ല ചെറുപ്പക്കാരായ മക്കള്, നല്ല യുവാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധമായ ദീനിലേക്ക് സന്തോഷത്തോടു കൂടിയിട്ട് കടന്നു വരുന്ന എത്രയോ മക്കളുണ്ട്. ദീനിന്റെ കാര്യങ്ങളിൽ സന്തോഷത്തോടെ ഇടപെടുന്ന എത്രയോ മക്കളുണ്ട്. അല്ലാഹുവേ പടച്ചവൻ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കിയ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തെ ആഗ്രഹിച്ചപ്പോൾ ഒരു സ്വഹാബിയുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്വഹാബി ആരാണെന്നറിയോ? അല്ലാഹുവേ പടച്ചവരെ, മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു അതാ പരിശുദ്ധമായ ഇസ്ലാമിൽ മുഅത്തദ് യുദ്ധം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനൊരു യുദ്ധം ആവശ്യമായി കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, യാ സ്വഹാബാ, പരിശുദ്ധമായ ദീനില് യുദ്ധം കടന്നു വരികയാണ് സ്വഹാബാ. ദീനിന് വേണ്ടി പോരാടാൻ ഈ ഇരിക്കുന്ന സ്വഹാബത്ത് എല്ലാവരും തയ്യാറാകണേ. പടച്ചറപ്പേ, മുഅത്തദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ തെരഞ്ഞെടുക്കുകയാ. അല്ലാഹുവേ, പരിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അതാവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, സയ്യിദ് ബിൻ ഹാരിസ, ഇന്ന് യുദ്ധം നടക്കുമ്പോ യുദ്ധത്തിന്റെ ഒന്നാമത്തെ ക്യാപ്റ്റൻ നിങ്ങളാണ് കൊടിപിടിക്കേണ്ടത്, നിങ്ങളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് അവിടുന്ന് റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവേ ഹാരിസ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് യുദ്ധത്തിന്റെ കൊടിപിടിക്കേണ്ടത് ജഅഫർ റളിയല്ലാഹു തആല അൻഹുവാണ്. ജഅഫർ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ പടച്ച റബ്ബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുകയാണ്. പടച്ച റബ്ബേ, പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ശഹീദായി കഴിഞ്ഞ സഹാബാ, നിങ്ങളിൽ കഴിയുന്ന ആളുകൾ ആരെങ്കിലും അവിടുന്ന് യുദ്ധത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണേ എന്നവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ യുദ്ധത്തില് ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. ഈ മൂന്ന് സഹാബത്തിന്റെയും ശഹീദായ കാര്യത്തിലോ, ഈ മൂന്ന് സഹാബത്തിന്റെയും കാര്യത്തിൽ അവിടുന്ന് ഉറപ്പ്, ഒരു ശഹീദിന്റെ കാര്യത്തിൽ ഉറപ്പ് തരികയാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പടച്ച റബ്ബേ, ഈ മൂന്ന് സഹാബത്തും അവിടുന്ന് ശഹീദാകുമെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു അതാ മറ്റ് സഹാബത്തും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബേ തന്റെ വീട്ടിലേക്ക് പോവുകയാ. ജഅഫർ തങ്ങൾ വീട്ടിലേക്ക് പോയത് എങ്ങനെയാണെന്നറിയോ ഉമ്മ? ജഅഫർ തങ്ങൾ തുള്ളിക്കളിച്ചിട്ടാ പോയത്, സന്തോഷം കൊണ്ട് തുള്ളിക്കളിച്ചിട്ടാണ് പോയത്. ജഅഫർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹാ അതാവിടുന്ന് ചോദിക്കുകയാണ്, ജഅഫർ തങ്ങളെ എന്ത് പറ്റിയെന്ന്, എന്താണ് ഇങ്ങനെ സന്തോഷവാനായിരിക്കുന്നത് എന്നവിടുന്ന് പറയുമോ എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയോട് തന്റെ ഭാര്യ അവിടുന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, പെണ്ണ്, ഇന്ന് പരിശുദ്ധമായ ദീനിലൊരു യുദ്ധം കടന്നു വന്നിരിക്കുകയാ. ആ യുദ്ധത്തിന്റെ ക്യാപ്റ്റന്, രണ്ടാമത്തെ ക്യാപ്റ്റന് ഞാനാണ്, യുദ്ധം നയിക്കുന്ന ആള് ഞാനാ എന്നവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നോ അതാവിടുന്ന് ജഅഫർ തങ്ങൾ പറയുകയാണ്. പിറ്റേ ദിവസം നേരം വെളുക്കുകയാണ്.
പറയുകയാണ്, പടച്ചുറപ്പ് യുദ്ധത്തിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ച ജാഫർ റളിയല്ലാഹു തആല അൻഹു അന്ന് നോമ്പുകാരനായിട്ട് മാറുകയാണ്. എന്നിട്ട് അവിടുന്ന് തന്റെ പ്രിയതമയോട് യാത്ര പറയുകയാണ്, പെണ്ണ്, ഇന്ന് പരിശുദ്ധമായ ദീനിൽ യുദ്ധം നടക്കുമ്പോ വിധിയുണ്ടെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ പടച്ച തമ്പുരാനെ സ്വർഗത്തിൽ വെച്ചിട്ട് നമുക്ക് കാണാം എന്നവിടുന്ന് മഹാനായ ജാഫർ തങ്ങൾ പറയുകയാണ്. അതാ എന്റെ പ്രിയമുള്ളവരെ, എല്ലാ സ്വഹാബത്തും യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വന്നു. ജാഫർ തങ്ങളുണ്ട്, മഹാനായ സയ്യിദ് ബിൻ ഹാരിസ് തങ്ങളുണ്ട്, അബ്ദുല്ലാഹി ബിൻ റബാഹ് റളിയല്ലാഹു തആല അൻഹും മഹാന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാ സ്വഹാബത്തും ഇങ്ങനെ നിൽക്കുകയാ. യുദ്ധത്തിന്റെ കൊടി പിടിച്ചിരിക്കുന്നത് മഹാനായ സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു. ആ യുദ്ധത്തിന്റെ കൊടി പിടിച്ചിട്ട് മഹാനായ തങ്ങൾ യുദ്ധം ചെയ്യാൻ തുടങ്ങി. പടച്ചുറപ്പ് ശത്രുപക്ഷത്തിൽ നിന്ന് ഒരു ശത്രു കടന്നു വന്നിട്ടോ മഹാനായ സയ്യിദ് ബിൻ ഹാരിസ് തങ്ങളെ തലക്കങ്ങ് ആഞ്ഞു വെട്ടുകയാണ്. ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞങ്ങ് വീഴുകയാണല്ലോ എന്റെ പ്രിയമുള്ളവരെ. പിന്നീട് യുദ്ധത്തിന്റെ കൊടിയതാ ജാഫർ തങ്ങളെ നിലത്ത് വീഴാൻ അനുവദിച്ചില്ല. അവിടെ നിന്ന് ഓടിച്ചെല്ലുകയാണ്. പടച്ചുറപ്പേ തന്റെ വലത് കയ്യിലേക്കതാ സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് കൊടി വാങ്ങുകയാണ്. പിന്നീട് ഇസ്ലാമിന്റെ പരിശുദ്ധമായ കൊടി പിടിച്ചിട്ട് മഹാനവറുകളെ യുദ്ധത്തിൽ ഇങ്ങനെ രണാങ്കണത്തിൽ പടപൊരുതുകയാണ്. റബ്ബേ, അവിടെ നിന്ന് ശക്തമായ ഘോരമായ യുദ്ധം നടക്കുകയാണ്. ജാഫർ റളിയല്ലാഹു തആല അൻഹു അതാ വലത് കയ്യിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പടച്ചുറപ്പേ കൊടി ഇങ്ങനെ പിടിക്കുമ്പോ അല്ലാ അല്ലാ ഒരു ശത്രു കടന്നു വന്നിട്ടോ അവിടുത്തെ വലത് കയ്യങ്ങ് മുറിച്ചെടുക്കുകയാണ്. വലത് കയ്യങ്ങ് മുറിച്ചെടുക്കുകയാണ്. പടച്ചുറപ്പേ വലത് കയ്യിൽ പിടിച്ചിരിക്കുന്ന കൊടിയുണ്ടല്ലോ, പടച്ചുറപ്പേ വലത് കയ്യിൽ പിടിച്ചിരിക്കുന്ന കൊടി അതാ അല്ലാഹുവേ നിലത്ത് വീഴാൻ അനുവദിച്ചില്ല. അവിടുന്ന് നിലത്ത് വീഴാൻ അനുവദിച്ചില്ല. അല്ലാ അല്ലാ മഹാനായ ജാഫർ റളിയല്ലാഹു തആല എന്ത് ചെയ്തെന്നറിയോ? തന്റെ ഇടത് കയ്യിലേക്ക് പിടിക്കുകയാണല്ലോ. അതാ ശത്രു കടന്നു വന്നല്ലോ. മഹാനായ ജാഫർ തങ്ങളെ ഇടത് കയ്യങ്ങ് മുറിച്ചെടുക്കുകയാണ്. പടച്ചുറപ്പേ ജാഫർ തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ അല്ലാഹുവേ ഈ കയ്യങ്ങ് അറ്റുപോയിട്ടില്ല. ഒരു തൊലിയിലിങ്ങനെ തൂങ്ങി നിൽക്കുകയാണല്ലോ. ജാഫർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? കൊടിയെടുത്തിട്ട് പടച്ചുറപ്പേ തന്റെ കക്ഷത്തേക്കങ്ങ് വെക്കുമ്പോ എന്നിട്ട് ഈ കൈ നിലത്തങ്ങ് കുത്തിയിട്ടോ പടച്ചുറപ്പേ ആ കയ്യിലങ്ങ് ആഞ്ഞ് ചവിട്ടിയിട്ട് എണീക്കുകയോ. പടച്ചുറപ്പേ കയ്യങ്ങറ്റോ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞങ്ങ് ചാടിയല്ലോ. പടച്ചുറപ്പേ സഹാബത്തിനോട് പറയുന്നു, സഹാബാ ഈ കൊടിതാ വീഴാൻ പോകുന്നു സഹാബ, എന്റെ കക്ഷത്തിലേക്ക് എടുത്തു വെച്ചിട്ട് തരുമോ സഹാബ? ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് മഹാനായ ജാഫർ തങ്ങളുടെ കക്ഷത്തേക്ക് എടുത്തിട്ട് കൊടി വെക്കുകയാ. ഇസ്ലാമിന്റെ പരിശുദ്ധമായ കൊടിയതാ. പടച്ചുറപ്പെ അവിടുന്ന് നിലത്ത് വീഴാൻ അനുവദിച്ചിട്ടില്ല. അല്ലാ അല്ലാ മഹാനായ ജാഫർ റളിയല്ലാഹു തആല അൻഹുണ്ടല്ലോ, പടച്ചുറപ്പേ യുദ്ധത്തിന്റെ രണാകുലത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ശത്രു വന്നിട്ടതാ അല്ലാഹുവേ തലങ്ങും വിലങ്ങും മഹാനവറുകളെ വെട്ടി നുറുക്കുകയാണല്ലോ. അവിടുന്ന് മഹാനായ ജാഫർ തങ്ങളെ വിളിച്ചു പറയുന്നു, സഹാബാ അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ പരിമളം ഞാൻ കേൾക്കുന്നു. ആ സ്വർഗത്തിന്റെ പരിശുദ്ധമായ പരിമളം ഞാൻ കേൾക്കുകയാ.
അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പോരണോ നിങ്ങൾക്ക്? എന്റെ കൂടെ പോന്നോ? ഈ യുദ്ധത്തിന്റെ രണാങ്കണത്തിലെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വാസന കേൾക്കുകയാണ് എന്നവിടുന്ന് മഹാനായ ജഅഫർ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, മുഅത്തദ് യുദ്ധത്തിൽ റസൂലുള്ള പങ്കെടുത്തിട്ടില്ല. പടച്ചുറപ്പേ, യുദ്ധത്തിന്റെ വിവരങ്ങളല്ല റസൂലുള്ള മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് അറിയുകയാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, ജഅഫർ യുദ്ധത്തിൽ ഷഹീദാ. എന്റെ ജഅഫർ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടല്ലോ സഹാബ. ആരാണ് ജഅഫറിന്റെ വീട്ടിൽ പോയിട്ടോ ജഅഫർ ഷഹീദായ വിവരം പറയുന്നത് ആരാണ് എന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്ത് അവിടെ നിന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ, ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലോ പടച്ചറബ്ബേ, സ്വഹാബത്ത് അവിടുന്ന് തല താഴ്ത്തിയിരിക്കുകയാണല്ലോ. സ്വഹാബത്ത് തല താഴ്ത്തിയിരിക്കുകയാണല്ലോ. ഞങ്ങൾ ആർക്കും പോകാൻ കഴിയില്ല. ജഅഫർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യക്ക് ചെറിയ പ്രായമാണ് നബിയേ, ചെറിയ പ്രായമാണ് നബിയേ. ഞങ്ങൾക്ക് പോയിട്ട് ജഅഫർ തങ്ങളുടെ പടച്ചുറപ്പേ ഭാര്യയോട് നിങ്ങളുടെ ഭർത്താവ് യുദ്ധത്തിൽ ഷഹീദാണെന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ. അവിടുത്തെ പിഞ്ചു മക്കളാണ് നബിയേ, 3 പിഞ്ചു മക്കളാണ് നബിയേ എന്നവിടുന്ന് സ്വഹാബത്ത് പറയുകയാണ്. പടച്ചുറപ്പേ, സ്വഹാബത്ത് അവിടുന്ന് തലകുനിച്ച് നിന്നപ്പോ ഇതങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ള അവിടുന്ന് പറയുന്നു, സഹാബ, എന്നാലൊന്ന് എണീക്ക് സഹാബ, നമുക്ക് പോയിട്ട് പടച്ചുറപ്പേ ജഅഫറിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലോ. അല്ലാഹുവേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തും ഇങ്ങനെ കടന്നു വരുമ്പോ ജഅഫർ തങ്ങളെ വീട്ടിന്റെ മുറ്റത്തതാ പടച്ചുറപ്പേ തന്റെ പ്രിയപ്പെട്ട മക്കൾ ഇങ്ങനെ ഇരിക്കുകയാ. അവര് പറയുന്നുണ്ട്, ഉമ്മാ, അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ട് ഉമ്മ, കൂടെ നമ്മുടെ ബാപ്പയുണ്ട് ഉമ്മ, കൂടെ നമ്മുടെ ബാപ്പയുണ്ട് ഉമ്മ. പടച്ചറബ്ബേ, ആ മക്കൾക്കറിയില്ലല്ലോ ഞങ്ങളുടെ ബാപ്പ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഷഹീദായി പിടഞ്ഞിട്ട് പച്ചക്കിളികളെ പോലെ പറന്നു പോയിരിക്കുകയാണെന്ന് മക്കൾക്കറിയില്ലല്ലോ. പടച്ചറബ്ബേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കതാ അല്ലാഹുവേ ജഅഫർ തങ്ങളെ മക്കൾ ഓടി ഓടി വരികയാണ്, ഓടി ഓടി വരികയാ. എന്നിട്ട് ഇവിടുന്ന് വാപ്പാനെ തിരയുകയാണ്, വാപ്പാനെ തിരയുകയാണ്. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്നുണ്ടല്ലോ ജഅഫർ തങ്ങളുടെ മക്കളുടെ തലയിൽ ഇങ്ങനെ തലയോടുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഹാബ, ജഅഫറിന്റെ മക്കളെ തലയിലൊന്ന് കൈവെക്കണേ സഹാബ. എത്തി മക്കളുടെ തലയിൽ നിങ്ങൾ കൈവച്ചാ അവരെ നിങ്ങൾ സമാധാനത്തോടെ അവർ തലയിലൊന്ന് നിങ്ങൾ തലയോടി കഴിഞ്ഞാൽ ആ മുടികൾക്കനുസരിച്ച് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സഹാബത്തിനോട് റസൂലുള്ള പറയുകയാണ്, യാ സഹാബ, ജഅഫറിന്റെ മക്കളെ തലയിലൊന്ന് കൈവച്ചിട്ട് തടഞ്ഞോ. പടച്ചറബ്ബേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇതെല്ലാം കാണുകയാണ്, ജഅഫർ തങ്ങളെ കാണുന്നില്ല. റസൂലുള്ള വന്നിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അല്ലാ, അവിടുന്ന് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂല് എന്തേ ജഅഫറിനെ കാണാനില്ല? യതീമക്കളുടെ തലയിൽ കൈവച്ചിട്ടോ, യതീമക്കളുടെ തലയിൽ കൈവച്ചിട്ടോ അവിടുന്ന് തടയുന്നത് പോലെ എന്തിനാണ് നിങ്ങൾ തടവുന്നതെന്നോ പടച്ച റബ്ബേ, അവിടുന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പടച്ച റബ്ബേ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാ. അവിടുന്ന് റസൂലുള്ള പറയുന്ന അസ്മാ, ജഅഫർ യുദ്ധത്തിൽ ഷഹീദാണ് അസ്മാ, ജഅഫർ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട് അസ്മാ. അവിടുന്ന് അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുകയാ. പടച്ച റബ്ബേ, ഏറ്റവും സ്നേഹത്തോട് കൂടി ദുനിയാവിൽ ഒരു പെണ്ണ് കൊണ്ട് നടക്കുന്നത് തന്റെ ഭർത്താവിനെയാണ്. ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന തന്റെ ഭാര്യയാണ്. പടച്ച റബ്ബേ, അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ജഅഫർ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയാ നബിയേ? എന്റെ ജഅഫർ തങ്ങള് ലോകത്തോട് വിട പറഞ്ഞു പോയത് എങ്ങനെയാ നബിയേ? അവിടെ നിന്ന് യുദ്ധം കഴിഞ്ഞു വരുന്ന സഹാബത്ത് അവിടെ നിന്ന് പറയുന്നുണ്ടോ, യാ റസൂലല്ലാഹ്, ജഅഫർ തങ്ങളെ നോമ്പുകാരനായിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹ് നോമ്പുകാരനായിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. പടച്ച റബ്ബേ, യുദ്ധത്തിന്റെ രണാങ്കളത്തില് പടച്ച റബ്ബേ മരണത്തോട് മല്ലടിച്ചിട്ട് പിടഞ്ഞു കിടക്കുന്ന ജഅഫർ തങ്ങളുടെ മുമ്പിലേക്ക് സഹാബത്ത് അവിടുന്ന് വെള്ളവുമായിട്ട് കിടന്നു വന്നപ്പോ ജഅഫർ തങ്ങൾ പറഞ്ഞത്, എനിക്ക് നോമ്പാ, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ പോയിട്ട് നോമ്പ് തുറക്കാനിരിക്കുകയാണ്. ആ കാണുന്ന സഹാബത്തിന് നിങ്ങൾ കൊടുക്കണേ. തൊട്ടടുത്ത് കിടക്കുന്ന സഹാബിയെ ചൂണ്ടിക്കൊണ്ട് ജഅഫർ തങ്ങള് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. പടച്ച റബ്ബേ, ഇതങ്ങ് പറയുമ്പോ അല്ലാഹുവേ, അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പടച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതി, നിനക്കാണ് സർവസ്തുതി, നിനക്കാണ് സർവസ്തുതി. എന്റെ നബിയെ, എന്റെ ജഅഫർ എന്നോട് എപ്പോഴും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്, അസ്മാ, എനിക്കൊരു ആഗ്രഹമുണ്ട് അസ്മാ, എനിക്ക് നോമ്പുകാരനായിട്ട് ഷഹീദായിട്ട് എനിക്ക് ലോകത്തോട് വിട പറയണം അസ്മാ. അതിനൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? എനിക്കൊന്ന് ദുആ ചെയ്യുമോ അസ്മാ? ഞാൻ നമസ്കാര ശേഷം എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയിട്ട് അവിടുന്ന് ദുആ ചെയ്യാറുണ്ട് നബിയേ. അല്ലാഹ് സ്വീകരിച്ചല്ലോ, അല്ലാഹ് സ്വീകരിച്ചല്ലോ. എന്റെ പ്രിയതമന് എനിക്കെന്റെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പോയിട്ടോ, അല്ലാഹുവേ പടച്ച റബ്ബേ, എനിക്ക് കാണാൻ കഴിയുമല്ലോ, സ്വർഗത്തിൽ വെച്ചിട്ടോ പടച്ച റബ്ബേ, എനിക്ക് കാണാൻ കഴിയുമല്ലോ എന്നവിടുന്ന് മഹതിയായ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പറയാം, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവേ പടച്ച റബ്ബേ, പരിശുദ്ധമായ ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഓടിച്ചാടി. ഒരു കുട്ടികൾ എന്തെങ്കിലും സന്തോഷം, ഒരു കളിപ്പാട്ടം കിട്ടിയിട്ട് എങ്ങനെയാണോ സന്തോഷിക്കുക, അതുപോലെ സന്തോഷത്തോടെ തുള്ളിച്ചാടിയിട്ടാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു